ഇന്ന് ജയിച്ചു വന്നവരുടെ കൂട്ടത്തിൽ സഖാവ് പിണറായി PB മെമ്പറാണ് പാർട്ടിയുടെ. PB മെമ്പർ വെച്ചുകൊണ്ട് വേറൊരാളെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാലല്ലേ അസാംഗത്യം? ഞങ്ങൾക്ക് അതിലൊരു അസാംഗത്യവും തോന്നിയിട്ടില്ല. അത് പറയുമ്പോഴും ഈ ചിലർക്ക് വേണ്ടി വ്യവസ്ഥകളിൽ ഇളവ് വരുന്നു, ചിലർക്ക് വ്യവസ്ഥകളിൽ ഇളവില്ല. PB മെമ്പർ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനും ഈ വ്യവസ്ഥയിൽ ഇളവ് നൽകിയിട്ടാണ് അദ്ദേഹം PB മെമ്പറെ തുടരുന്നത്. അപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ്? അതെ, അത് പ്രത്യേകിച്ച് കാരണം പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രായപരിധി കണക്കിലെടുക്കാതെ PB മെമ്പറായിട്ട് തുടരണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. ഇപ്പോഴദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവാകുമ്പോൾ അത് തുടരണോ വേണ്ടിയോ എന്നുള്ളത് PB ചേർന്നിട്ട് തീരുമാനിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ PB മെമ്പറാണ് അദ്ദേഹം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് തുല്യമല്ലെങ്കിലും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ. പ്രതിപക്ഷ നേതാവിന് വലിയ പ്രാധാന്യമില്ലേ? അതാണ് എന്നെ ഒതുക്കാനോ? എവിടെ ഒതുക്കാൻ? വാർത്തകൾ മാത്രമാണ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സമിതിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ പോളിറ്റ് ബ്യൂറോ ഒരു അക്പെക്സ് ബോഡി മാത്രമാണ്. തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. പോളിറ്റ് ബ്യൂറോ ആലോചിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ വെക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ ഏറ്റവും തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഉയർന്ന സമിതിയാണ് കേന്ദ്ര കമ്മിറ്റി. നാട്ടിൻപുറത്ത് എവിടെയോ ജനിച്ചു വളർന്ന KK ശൈലജ CPIM പോലുള്ളൊരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊരു പോക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, അവിടെ എന്നെ ഒതുക്കിയിട്ടില്ല. ഞാൻ പിന്നെ 4 തവണ MLA ആയി, അതിലൊരു തവണ മന്ത്രിയായി. എനിക്കൊരവസരം തന്നു പാർട്ടി. MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും അവസരമുണ്ടായി. അവിടെ എവിടെ ഒതുക്കൽ? ഇത്തവണ മത്സരിക്കുമ്പം പാർട്ടിയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. 2 ടേം തുടർച്ചയായിട്ട് ജയിച്ചു വന്നവർ ഉറച്ച മണ്ഡലത്തിലാണ് ഉള്ളതെങ്കിൽ അത് ഒഴിവാകണം. എന്നിട്ട് അവിടെ പുതിയ ആളെ കൊണ്ടുവരണം എന്നാണ്. അതനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ ഞാനും AN ഷംസീറും അവിടെ ഇപ്പം ഞങ്ങളല്ല വേറൊരാൾ മത്സരിച്ചാലും ജയിക്കും. ഞങ്ങൾ മത്സരിച്ചാലേ ജയിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒഴിവായി. പിന്നെ പാർട്ടി ഒരു പ്രത്യേക തീരുമാനം എടുത്തു. ശൈലജ ടീച്ചറും കൂടി മത്സര രംഗത്തുണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ പേരാവൂർ മണ്ഡലത്തിൽ ടീച്ചർ മത്സരിക്കണം, നമുക്ക് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റുമെന്നൊരു പരീക്ഷണം നടത്താം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതൊരു ഒതുക്കലല്ല. അവിടെ പോയി ഞങ്ങൾ കമ്മിറ്റിക്കകത്ത് മത്സരിക്കേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചാൽ മത്സരിക്കേണ്ടതിന് അല്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം വെച്ച് എനിക്ക് മത്സരിക്കണമെന്നോ, എന്നാൽ പാർട്ടി കൂട്ടായിട്ടൊരു തീരുമാനിച്ചാൽ ഞാൻ മത്സരത്തിന് ഇല്ലെന്നോ പറയാൻ സാധാരണഗതിയിൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ആരും തയ്യാറാവില്ല. അപ്പോൾ പാർട്ടി കൂട്ടായിട്ടെടുത്ത തീരുമാനമാണത്. ഞാൻ മത്സരിച്ചു, നന്നായി ശ്രമിച്ചു. പക്ഷേ അത് UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 15 വർഷമായിട്ട് അവിടെ MLA ആണ്. അവിടെ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമൊന്നും അല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ നന്നായിട്ടൊരു മത്സരം കാഴ്ചവെച്ചു. നല്ല മത്സരമായിരുന്നു. ടീച്ചർ നേരത്തെ പറഞ്ഞു സർക്കാർ നിരവധി കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്തു എന്നുള്ളത്. അതോടൊപ്പം തന്നെയുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തോൽവി എന്ന് പറയുന്നത് വലിയ തോൽവിയാണെന്നും ടീച്ചർ വിലയിരുത്തി. അപ്പോൾ ഇത് സർക്കാരിന്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ചെയ്ത പദ്ധതികൾക്ക് ജനങ്ങൾ എതിരല്ല എങ്കിൽ ഇപ്പോൾ പലയിടത്തുനിന്നും ഉയരുന്ന ഒരു ആരോപണങ്ങളിലൊന്നാണ് പേഴ്സൺ സെൻട്രിക് ആയിപ്പോയി അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായി പോയി ഇടതുപക്ഷം ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിട്ടത് എന്ന്. അതെല്ലാം തിരിച്ചടിയായി എന്നുള്ള ഒരു തോന്നലുണ്ടോ? കാരണം ഇത് വിമർശനം ഉയരുന്നുണ്ട്. മുന്നണിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ നിരവധി പേര് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ തവണയും ഇതുപോലെയല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ തവണയും LDF അതിന് ലീഡർഷിപ്പ് അതിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടും. ചില തവണ നന്നായിട്ട് ജയിച്ചു വരും. 2019 തെരഞ്ഞെടുപ്പ് ഇതുപോലെയല്ലേ നേരിട്ടത്. പക്ഷേ പരാജയപ്പെട്ടു പോയല്ലോ. ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ പാർലമെൻറ്റിൽ. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കനത്ത പരാജയമല്ലേ ഉണ്ടായത്. 2019 കഴിഞ്ഞ് 2021 വരുമ്പോഴും ഇതുപോലെ തന്നെയുള്ള ലീഡർഷിപ്പിലല്ലേ മത്സരം നടന്നത്. അന്ന് 99 സീറ്റ് നേടി വന്നില്ലേ. ഈ കേരളത്തിലെ ജയപരാജയങ്ങളെന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, കേരളത്തിലൊരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ട്. അതിലൊന്ന് ഉറച്ച UDF അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് എന്നെല്ലാം പറയുന്ന ഉറച്ച ഒരു തലമുണ്ട്. അതിന് അവരെന്തായാലും മാറ്റി ചിന്തിക്കാത്ത ഒരു കോർ വോട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്ത് എന്ത് കൊടുങ്കാറ്റുണ്ടായാലും മാറ്റി ചിന്തിക്കാത്ത ഒരു കോർ വോട്ടുണ്ട്. അതല്ലാത്ത ഒരു വിഭാഗമുണ്ട്. അത് ചിലപ്പോൾ ആശയങ്ങൾ നോക്കി, വ്യക്തിപരമായി നോക്കി, തീരുമാനങ്ങൾ നോക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു വേവ് നോക്കി ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ചിലപ്പോൾ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര വലിയ തോതിൽ മാറി മറിയുന്നതിന് കാരണമാവുക. അപ്പോൾ ഇത്തവണയും നിങ്ങൾക്കത് കാണാൻ സാധിക്കും.
ഇത്രയും വലിയ സീറ്റ് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ അടിത്തറ ഇളകിയിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളത് തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുക. പക്ഷേ പല മണ്ഡലങ്ങളിലും 2021 കിട്ടിയതിനേക്കാൾ അല്പമെങ്കിലും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് കുറഞ്ഞിട്ടുമുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടിയതിനേക്കാൾ മിക്കവാറും എല്ലായിടത്തും വോട്ട് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനേക്കാൾ വളരെ കൂടുതൽ ഞങ്ങൾ വെച്ച് പഞ്ചായത്ത് ഇലക്ഷനേക്കാൾ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതാണ്. എന്നാൽ ഏറെക്കുറെ ആ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ പോലെയാണ് അസംബ്ലി ഇലക്ഷനിൽ തോന്നിച്ചത്. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതെന്താണ്? സാധാരണഗതിയിൽ അങ്ങനെയല്ല. പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴേക്കും പഞ്ചായത്ത് ഇലക്ഷന് നല്ലൊരു ബൂസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷനിൽ വരുമ്പോൾ വീണ്ടും ഉണ്ടാകും. അതുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് കൃത്യമായി വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ BJPയുടെ വോട്ടിൽ നല്ല കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്സരിച്ച പേരാവൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് ഒരു 10-15,000 വോട്ടൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ അസംബ്ലി ഇലക്ഷനിൽ ഒരു 9,000 വോട്ട് അവർക്ക് കിട്ടുക. പക്ഷേ ഇത്തവണ 8,000 ചില്ലറ വോട്ടേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് പല കാരണങ്ങളുണ്ടാവാം. അവിടെ BJPയുടെ തനതായ സ്ഥാനാർത്ഥിയല്ല, BDJS ആണ്, അങ്ങനെയെല്ലാം പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഇങ്ങനെയെല്ലാമുള്ള ചില മാറ്റങ്ങൾ അത് ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്? എന്നാൽ ഷിഫ്റ്റ് ഉണ്ടാവാത്തൊരു ഉറച്ച തലം UDF-നുമുണ്ട്, LDF-നുമുണ്ട്. അതിൽ എങ്ങനെയാണ് ഇപ്പം ചില മണ്ഡലങ്ങളിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ഒരുമിച്ച് ചേർന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ വലിയ വോട്ടാണത് ചില മണ്ഡലങ്ങളിൽ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ജയിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെയുള്ള ചിലർ ഏതെങ്കിലും ഒരു അനുഭാവത്തിൻ്റെ പേരിൽ, ഒരു നല്ല തീരുമാനത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത്തരം മണ്ഡലങ്ങളിലും ജയിക്കാറുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് വിധി, അത് ജനങ്ങൾ കാണിച്ചിട്ടുള്ള വിധിയോട് മാന്യത പുലർത്തിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തുക എന്നത് മാത്രമല്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ടീച്ചർ, പല മണ്ഡലങ്ങളിലും CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്, പൊതുവായി പറഞ്ഞ ഇടതുപക്ഷത്തിനുള്ള വോട്ട് ഗണ്യമായി ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ടീച്ചർ പറഞ്ഞ നിഷ്പക്ഷ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് മാത്രമല്ല, ഇടതുപക്ഷത്തിനെ കാലങ്ങളായി പിന്തുണച്ചുകൊണ്ടിരുന്ന പല മണ്ഡലങ്ങളും കയ്യിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പാർട്ടിക്കുള്ളിൽ അനുഭാവികൾക്കിടയിൽ ആ ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ? ഇതിൽ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. സാധാരണ ഈ അങ്ങോട്ട് പോയ വോട്ട് വേഗം തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു രീതിയാണ് തെരഞ്ഞെടുപ്പിൽ കാണാറ്. ഇതിൽ വലിയ ഷിഫ്റ്റ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നിർണായകമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളിപ്പം മനസ്സിലാക്കുകയാണ്. അതൊരു ശാശ്വതമായിട്ട് എപ്പോഴും പോയി പോകുന്നതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഏതെങ്കിലും ചില പ്രശ്നങ്ങളുടെ പേരിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മണ്ഡലത്തിലും ഒരേ പാറ്റേണിലല്ല, എല്ലാ പ്രദേശത്തും എല്ലാ ജില്ലയിലും ഒരുപോലെയല്ല. അപ്പോൾ അതെന്താണെന്ന് പെട്ടെന്നൊരു അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് സമയമെടുത്തിട്ട്, ഒരുപാട് സമയമല്ല, കുറച്ചെങ്കിലും സമയമെടുത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് ഭാവിയിൽ പരിഹരിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുക. അതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതി. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.